ഒരു സിനിമ ചെയ്തിട്ട് നല്ല ആൾക്കാർ എന്റെ അഭിനയം നല്ലതാന്ന് പറയുമ്പോൾ എന്ത് തിരിച്ചു പറയണമെന്നും പോലും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മുടെ നിങ്ങളൊരു സിനിമയിൽ വിളിക്കുന്നു, ഓക്കെ, നിങ്ങളുമായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് എനിക്ക് എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഡയറക്ടറിന്റെ ആത്മാർത്ഥതയാണ് എൻ്റെ ആത്മാർത്ഥത. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ നമ്മൾ ആ സിനിമയോടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിനോടൊപ്പം നിൽക്കും. അത് തന്നെയാണ് തിരിച്ച്, നിങ്ങൾക്ക് ഇത്രയേ വേണ്ടുവെങ്കിൽ ഞാനും അതുപോലെ നിൽക്കാറുള്ളൂ. ഇതാണ് പലപ്പോഴും എൻ്റെ ഒരു അഭിനയത്തിന്റെ കാര്യത്തിൽ. ബിക്കോസ് എനിക്ക് അഭിനയത്തിനോട് നേരത്തെ പറഞ്ഞ അഭിനിവേശം ഇല്ലാത്തത് കൊണ്ടും ഒരു കരിയർ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടും എന്നോട് ഇപ്പോഴും പലപ്പോഴും പലരും പറയുന്നത് നന്നായി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമോ അതിന് വലിയ സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒന്നും അറിയില്ല. ഓ സന്തോഷം, ഒരു മിനിമം സന്തോഷമുണ്ട്. അതല്ലാതെ എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല, എനിക്കത് ആ ഒരു ഇതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ അഭിനയിക്കാനുണ്ടായ കുറെ കാരണങ്ങളുണ്ട്. കാരണങ്ങൾ 2020 ശേഷം യാദൃശ്ചികമായ സിനിമയിൽ വന്നു, കുറച്ചധികം 6-7 സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 2020 ശേഷം എൻ്റെ ചില ദുശീലങ്ങളൊക്കെ മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തുരിതുര സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സിനിമകൾ വരാൻ തുടങ്ങി. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന സാധനം എൻ്റെ സിനിമകൾ, എനിക്ക് സിനിമ അഭിനയിക്കാൻ താല്പര്യം. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്നെ വിളിച്ചില്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല, എന്നെ സിനിമയിലേക്ക് വിളിക്കണമെന്നോ അല്ല. കാരണം എനിക്ക് സിനിമയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ട് ഇനി മുന്നോട്ട്. അപ്പൊ ഞാൻ ഇതിനെ ഒരു ലേണിംഗ് ആയിട്ടും കൂടിയാണ് കാണുന്നത്. അഭിനയിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നില്ല. ഓക്കെ, ഇപ്പോഴും ഞാൻ അഭിനയിക്കുന്നതിന്റെ കാരണം എല്ലാ ദിവസവും നമുക്കൊരു അപ്ഡേഷൻ കിട്ടുന്നു, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ആണ്, ഒരു പഠനം നടക്കുന്നു. അപ്പം ഒരു ഡയറക്റ്റ് ചെയ്യാൻ ഒരു സിനിമ ചെയ്തതിനു ശേഷം പിന്നെ 2-3 വർഷം എടുക്കും അടുത്ത വലിയ സിനിമയൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പൊ ആ സമയം കളയണ്ട. കാരണം ഒരു ഓൾട്ടർനേറ്റ് ഒരു ജോലി നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിനിമകൾ വരുന്നുണ്ട്. പിന്നെ മെയിൻ സ്ട്രീമിലോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അവർക്കൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ കാരണം ആൾക്കാർക്കൊക്കെ നമ്മളെ ഇഷ്ടമാണെന്നൊക്കെ ഉള്ളൊരു പൊതുവെ ഇഷ്ടമുണ്ട് നമ്മളോട്, അച്ഛനോടുള്ള ഇഷ്ടം അത് നമുക്ക് കിട്ടി. കുറച്ചു കാലമായിട്ട് നമ്മളോടൊരു ഇഷ്ടമുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ ഒരു നല്ല സിനിമ വരുമ്പോൾ, ഇപ്പൊ ഉജ്ജ്വലൻ വന്ന പോലെ അല്ലെങ്കിൽ നല്ല സിനിമ വരുമ്പോൾ ആൾക്കാർക്ക് ഇവർക്കൊക്കെ അറിയാം നല്ല സിനിമ വന്നാൽ ഓടും, ഒരു സാധ്യതയുണ്ട്, തരക്കേടില്ലാതെ അഭിനയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് പലരും നമ്മളെടുത്ത് വരുന്നത്. ആ സിനിമ നല്ലതാണല്ലോ, കഥ നല്ലതാവണല്ലോ, അതിന്റെ എക്സിക്യൂഷൻ നല്ലതാണോ, ഓവറോൾ നന്നാവണല്ലോ. അല്ലാതെ ഞാൻ മാത്രം നന്നായിട്ട് കാര്യമില്ല, എൻ്റെ അഭിനയം മാത്രം നന്നായതുകൊണ്ട് ഒരു സിനിമ നിൽക്കണമെന്നില്ല. ഇപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഈ പഠനം, പിന്നെ നേരത്തെ എന്നോട് പറയാൻ ചോദിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള സാധനം. ഞാൻ ഏറ്റവും കുറവ് ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് മലയാള സിനിമയിൽ, ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ്. ചില സിനിമകളിൽ ശമ്പളം കിട്ടാതെ പോയ സിനിമകളുണ്ട്, ചില സിനിമകളിൽ കുറെ സിനിമകളുണ്ട്, ചില സിനിമകൾ സൗഹൃദത്തിന്റെ പുറത്ത് വേണ്ടി മാത്രം പോയി അഭിനയിച്ച സിനിമകളുണ്ട്. കാരണം എനിക്ക് ഇതിനകത്ത് നിന്ന് വലിയൊരു സാമ്പത്തിക നേട്ടം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കുറെ സിനിമകൾ ചെയ്തു എന്ന അത്യാവശ്യം പൈസ ഉണ്ട്. ഇപ്പോൾ ഉള്ള പൈസയിൽ ഞാൻ വളരെ സംതൃപ്തനുമാണ്. ഇപ്പൊ ഉണ്ടാക്കി എനിക്കറിയില്ല എന്തിനാണ് കൂടുതൽ പൈസ വെച്ച് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഞാൻ വളരെ സംതൃപ്തനാണ്. ഇനി മുന്നോട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡയറക്ഷനും പ്രൊഡക്ഷനും തന്നെയാണ്. ഇതിനൊരു ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു കുഞ്ഞ് ബ്രേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഈ അഭിനയത്തിനോട് ഒരു കുഞ്ഞ്, ഇപ്പോഴും ഒരു പുതിയൊരാൾ വന്നിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് പലരും, ചേട്ടാ ഒരു സിനിമ ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പിറ്റേ ദിവസം പോയി ചെയ്തെന്നിരിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.